നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. CPI തൊടുപുഴ മണ്ഡലം സമ്മേളനം ജൂൺ 8 മുതൽ 10 വരെ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് NCCയുടെ നേതൃത്വത്തിൽ വിവിധ കർമ്മ പരിപാടികളോടെ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. തൊടുപുഴ നഗരത്തിലെ വർദ്ധിച്ചുവരുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് നഗരസഭാ ചെയർമാൻ K. ദീപകിന്റെ അധ്യക്ഷതയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. സംഭരണ ഏജൻസിയുടെ നിലപാട് മൂലം കൊക്കോ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കർഷകരുടെ ആലോചനാ യോഗം സംഘടിപ്പിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടനം അഖിലേന്ത്യാ കിസാൻ സഭ വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് നിർവഹിച്ചു. കാളിയാർ പോലീസ് സ്റ്റേഷന് സമീപം കോയാമ്പടി കവലയിലെ ഇടുങ്ങിയ കലുങ്കും റോഡിലെ വലിയ കുഴിയും നിരന്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. CPI തൊടുപുഴ മണ്ഡലം സമ്മേളനം ജൂൺ 8 മുതൽ 10 വരെ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാനം രാജേന്ദ്രൻ നഗർ എന്ന പേര് നൽകിയിരിക്കുന്ന തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും അവർ കൂട്ടിച്ചേർത്തു. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPI തൊടുപുഴ മണ്ഡലം സമ്മേളനം ജൂൺ 8, 9, 10 തീയതികളിൽ കാനം രാജേന്ദ്രൻ നഗറിൽ നടക്കും. ജൂൺ 8-ാം തീയതി രാവിലെ തൊടുപുഴ വഴുത്തല ഭാസ്കരൻ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന പതാക ജാഥയും, കുമാരമംഗലത്ത് നിന്ന് ആരംഭിക്കുന്ന ബാനർ ജാഥയും, വണ്ണപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാഥയും മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി 5:30 തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരുമ്പോൾ സമ്മേളനം ആരംഭിക്കും. ജൂൺ 9-ാം തീയതി കാനം രാജേന്ദ്രൻ നഗറിൽ നിന്ന് തൊടുപുഴ ഗാന്ധി സ്ക്വയർ ചുറ്റി പ്രകടനം സമ്മേളന ഹാളിൽ എത്തിച്ചേർന്നതിന് ശേഷം പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും റവന്യൂ വകുപ്പ് മന്ത്രിയുമായ K. രാജൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സമ്മേളന പ്രതിനിധികളെയും പുതിയ മണ്ഡല കമ്മിറ്റിയെയും തെരഞ്ഞെടുത്ത് 10-ാം തീയതി സമ്മേളനം അവസാനിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി CPI തൊടുപുഴ മണ്ഡല സമ്മേളനം ജൂൺ 8, 9, 10 തീയതികളിൽ കാനം രാജേന്ദ്രൻ നഗറിൽ വെച്ച് ചേരുകയാണ്. തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളാണ് കാനം രാജേന്ദ്രൻ നഗറായി മാറ്റി സമ്മേളനം 3 ദിവസക്കാലമായി നടക്കുന്നത്. 8-ാം തീയതി രാവിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വഴുത്തല ഭാസ്കരൻ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന പതാക ജാഥയും, അന്നേ ദിവസം കുമാരമംഗലത്ത് നിന്ന് ആരംഭിക്കുന്ന ബാനർ ജാഥയും, വണ്ണപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാഥയും മണ്ഡലത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകുന്നേരം മങ്ങാട്ടുകോലയിൽ എത്തിച്ചേരുകയും 3 ജാഥകളും കൂടി മങ്ങാട്ടുകോലയിൽ നിന്ന് വാഹനങ്ങളുടെയും മറ്റു വാദ്യമേളങ്ങൾ അകമ്പടിയോടുകൂടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്ന് അവിടെ കൊണ്ടുവരുന്ന കൊടിമരത്തിൽ ഉയർത്തുന്ന പതാക ഉയർത്തി സമ്മേളനം ആരംഭിക്കുകയാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മുഹമ്മദ് അഫ്സൽ, ജനറൽ കൺവീനർ VR പ്രമോദ്, ഖജാൻജി PP ജോയി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തൊടുപുഴ ന്യൂമാൻ കോളേജ് NCCയുടെ നേതൃത്വത്തിൽ വിവിധ കർമ്മ പരിപാടികളോടെ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്ലോഗിംഗ് റൺ, പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ്, ജൈവ കൃഷിത്തോട്ട നിർമ്മാർജ്ജനം, വൃക്ഷത്തൈ നടീൽ, മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം എന്നിങ്ങനെ വ്യത്യസ്തമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. സമൂഹത്തിൽ മാലിന്യ വിമുക്ത സന്ദേശം കൈമാറുക എന്ന ലക്ഷ്യത്തോടെ തൊടുപുഴ മങ്ങാട്ടുകവല ബൈപ്പാസിൽ പ്ലോഗിംഗ് റണ്ണിലൂടെ ശുചീകരണം നടത്തി. പ്ലോഗിംഗ് റണ്ണിന്റെ ഫ്ളാഗ് ഓഫ് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് NCCയുടെ നേതൃത്വത്തിൽ വിവിധ കർമ്മ പരിപാടികളോടെ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്ലോഗിംഗ് റൺ, പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ്, ജൈവ കൃഷിത്തോട്ട നിർമ്മാണം, വൃക്ഷത്തൈ നടീൽ, മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം എന്നിങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ ആണ് സംഘടിപ്പിക്കപ്പെട്ടത്. സമൂഹത്തിൽ മാലിന്യ വിമുക്ത സന്ദേശം കൈമാറുക എന്ന ലക്ഷ്യത്തോടെ തൊടുപുഴ മങ്ങാട്ടുകോല ബൈപ്പാസിൽ പ്ലോഗിംഗ് റണ്ണിലൂടെ ശുചീകരണം നടത്തി. പ്ലോഗിംഗ് റണ്ണിന്റെ ഫ്ളാഗ് ഓഫ് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ K. ദീപക് നിർവഹിച്ചു.
ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ചെറിയ പരിക്കുകളൊക്കെ മാത്രം ഏൽപ്പിച്ച് ഭൂമിയെ കൂടുതൽ ആഘാതത്തിലേക്ക് ആക്കി മാറ്റാതെ നമ്മുടെ വലിയ ഒരു ഉത്തരവാദിത്തമായി ഇതെല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ഏറ്റവും മലിനമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഐക്യരാഷ്ട്ര സഭ പോലും പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ ഒരു ദുരന്തം നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ വേസ്റ്റ് ഡംപിങ്ങാണ്. അത് ഏതാണ്ട് ഒരു വർഷം നമ്മളേതാണ്ട് 353 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക്കാണ് ഈ പൊതു ജലത്തിലേക്ക് വലിച്ചെറിയുന്നത്. അപ്പോൾ അത് ഈ ഒരു ഭൂമിയെ തന്നെ നശിപ്പിക്കാൻ മാത്രം ശേഷിയുള്ള അളവിലുള്ള പ്ലാസ്റ്റിക്കുകളാണ് ഈ വേസ്റ്റായി. അത് പിന്നീട് അത് മീഥേൻ പോലെയുള്ള വിഷങ്ങളായി മാറുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. പ്രകൃതി സംരക്ഷണം ഓരോ പൗരന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണെന്നും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അനേകം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനാൽ തൊടുപുഴ ന്യൂമാൻ കോളേജ് NCC വഹിക്കുന്ന പങ്ക് ഏക സുത്യർഹമാണെന്നും ചെയർമാൻ അഭിപ്രായപ്പെട്ടു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് വൃക്ഷത്തൈ വിതരണം ചെയ്ത് മുഖ്യ സന്ദേശം നൽകി. ഭാരതീയ ഋഷിവരന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഭൂമി മാതാവിൻ്റെ ഹൃദയത്തെ പിളർക്കാതിരിക്കാനും അവളുടെ മർമ്മത്തെ നശിപ്പിക്കാതിരിക്കാനുമുള്ളൊരു വലിയ പ്രതിജ്ഞ ഈ ദിവസം നമുക്ക് ഏറ്റെടുക്കാം. ഒരു ആറ്റം ബോംബ് വർഷിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിപത്തിനേക്കാളും കൂടുതലാണ് ഒരു ഭൂമി മലിനമാകുമ്പോൾ അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന കോട്ടങ്ങൾ. നമുക്ക് അണിനിരക്കാം. ഒരു ചെറു തൈ നടുന്നതിൽ മാത്രമല്ല, ഈ പ്രകൃതിയെ വരും തലമുറയ്ക്കും കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണ്, സസ്റ്റെയിൻ ചെയ്യാനുള്ളതാണ്, സസ്റ്റൈൻ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ അതിനുള്ള വക്താക്കളായി നമുക്ക് മാറാം. മരം ഒരു വരം എന്ന സന്ദേശമുയർത്തി നടന്ന വൃക്ഷത്തൈ നടീൽ പദ്ധതി കോളേജ് ബർസാർ ഫാദർ അബ്രഹാം നിരവധിനാൽ നിർവഹിച്ചു. ചടങ്ങിൽ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു, സീനിയർ അണ്ടർ ഓഫീസർ അഭിജിത്ത് ബിജു, അണ്ടർ ഓഫീസർമാരായ കിരൺ ജേക്കബ് ജോയിസ്, നിരഞ്ജന രാജൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂമാൻ NCCയുടെ നേതൃത്വത്തിൽ 2013 ആരംഭിച്ച യുവ ഹരിതഭൂമി എന്ന കാർഷിക പദ്ധതിയുടെ ഭാഗമായി നടന്ന ഈ വൃക്ഷത്തൈ ജൈവകൃഷിയുടെ ഉദ്ഘാടനം ന്യൂമാൻ കോളേജ് ബയോടെക്നോളജി വിഭാഗം മേധാവി ഡോക്ടർ അഞ്ജു TR നിർവഹിച്ചു. തുടർന്ന് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. വിവിധ പ്രവർത്തനങ്ങൾക്ക് ടോമോൻ ജോഷി, ഡിവിൻ ബിനോയ്, അതുൽ K. ബിനു, കാർത്തിക് C. ചന്ദ്രൻ, ദേവി കൃഷ്ണ S, ആഷ്മി തെരേസ ഷാജി എന്നിവർ നേതൃത്വം നൽകി. തൊടുപുഴ നഗരത്തിലെ വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് നഗരസഭാ ചെയർമാൻ K. ദീപകിന്റെ അധ്യക്ഷതയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. നഗരത്തിൽ ആവശ്യമായ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി ട്രാഫിക് അഡ്വൈസറി യോഗം ഉടൻ ചേരുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. തൊടുപുഴ നഗരത്തിലെ വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് നഗരസഭാ ചെയർമാൻ K. ദീപകിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ വിശദമായ ചർച്ച നടത്തി. നഗരത്തിലെ സുഗമമായ പൊതുഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന വിവിധ വിഷയങ്ങൾ നഗരസഭാ ചെയർമാനും തൊടുപുഴ DYSP ഇമ്മാനുവൽ പോളും PWD റോഡ്സ് എഞ്ചിനീയർ ശൈലേന്ദ്രൻ എന്നിവർ അവലോകനം ചെയ്തു. നഗരത്തിലെ വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാനും ട്രാഫിക് ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നിയമ നടപടി സ്വീകരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. നഗരത്തിൽ നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്കിംഗ് നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും നഗരത്തിൽ സുഗമമായ പൊതുഗതാഗതത്തിനും കാൽനട യാത്രക്കാർക്കും തടസ്സമായിട്ടുള്ള അനധികൃത പാർക്കിംഗ്, വഴിയോര കച്ചവടം, ഉന്തുവണ്ടികൾ എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും യോഗത്തിൽ തീരുമാനമായി. കാൽനടക്കാരുടെ സുരക്ഷയ്ക്കായി സീബ്ര ലൈൻ വീണ്ടും വരയ്ക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നതായി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു. നഗരത്തിൽ ട്രാഫിക് ലംഘനം കണ്ടെത്തുവാൻ AI ക്യാമറകൾ സജ്ജമാണെന്ന് DYSP യോഗത്തിൽ അറിയിച്ചു. മോർ ജംഗ്ഷൻ, ഷാപ്പുംപടി, വെങ്ങല്ലൂർ, മങ്ങാട്ടുകവല, ധന്വന്തിരി ജംഗ്ഷൻ തുടങ്ങിയിടങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്ക് കുറയ്ക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. മങ്ങാട്ടുകവലയിൽ പുതിയ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുവാൻ നടപടി സ്വീകരിച്ചു വരുന്നതായി ചെയർമാൻ യോഗത്തിൽ അറിയിച്ചു. നഗരസഭാ പരിധിയിലുള്ള അനധികൃത കേബിളുകൾ നീക്കം ചെയ്യുവാൻ KSEBയുമായി കൂടി ചേർന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു. യോഗത്തിൽ മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരത്തിൽ ആവശ്യമായ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി ട്രാഫിക് അഡ്വൈസറി യോഗം ഉടൻ ചേരുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വൃക്ഷത്തൈ നട്ടുകൊണ്ട് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. കോലാനി മാനാന്തടം പാലത്തിന് സമീപം ചേർന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ കവിത വേണു അധ്യക്ഷത വഹിച്ചു.
തൊടുപുഴ നഗരസഭ BMC, ഇടുക്കി നെഹ്റു യുവകേന്ദ്ര, ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമുമായി ചേർന്നാണ് വൃക്ഷത്തൈ നടീൽ സംഘടിപ്പിച്ചത്. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വൃക്ഷത്തൈ നട്ടുകൊണ്ട് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് പ്ലാസ്റ്റിക് മുക്തമായ ഒരു ലോകം എന്ന വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നതിനാണ് നമ്മളെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, വളരെ മനോഹരമായ നമ്മുടെ പരിസ്ഥിതിയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഇന്ന് വളരെ മലിനമായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. ഇത് മലിനമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം, അതിലേറ്റവും പ്രധാന ഘടകം പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗവും ആ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 350 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക്കാണ് ഒരു വർഷം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വലിച്ചെറിയുന്നത്. ഇത്രയും മാത്രം പ്ലാസ്റ്റിക് താങ്ങുന്നതിന് നമ്മുടെ ഈ ഭൂമിക്ക് ഒരു ശേഷിയില്ല. ശേഷി ഉണ്ട് എങ്കിൽ പോലും പക്ഷേ ഈ പ്ലാസ്റ്റിക്കുകൾ വരുത്തി വയ്ക്കുന്ന വിപത്ത് എന്ന് പറയുന്നത് ചെറുതല്ല. ഒരു അണുബോംബിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നതിനേക്കാൾ ഭാവിയിൽ അപകടമായിരിക്കും ഈ പ്ലാസ്റ്റിക് എന്നാണ് പരീക്ഷണങ്ങളിലൂടെ തെളിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഇതൊരിക്കലും നശിക്കുന്നില്ല. ഈ നശിക്കാതെ വരുന്ന പ്ലാസ്റ്റിക് അവിടെ എവിടെ സ്വരൂപിച്ചാലും എവിടെ നിക്ഷേപിച്ചാലും അതിൽ നിന്ന് വീണ്ടും മാരകമായ വിഷങ്ങൾ ഈ പ്രകൃതിയിലേക്ക് അലിയുകയും അത് മനുഷ്യരാശിക്കും അതുപോലെ ജീവന് മുഴുവൻ തന്നെ അപകടം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. കോലാനി മാനാന്തടം പാലത്തിന് സമീപം ചേർന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ കവിത വേണു അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ നഗരസഭ BMC, ഇടുക്കി നെഹ്റു യുവകേന്ദ്ര, ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവ ചേർന്ന് മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമുമായി ചേർന്നാണ് വൃക്ഷം നടീൽ സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധുമോൾ MP, NSS പ്രോഗ്രാം ഓഫീസർ ആശാമോൾ KR എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ യൂത്ത് ക്ലബ്ബ് ട്രഷറർ AP മുഹമ്മദ് ബഷീർ സ്വാഗതവും അജിത് B. നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംഭരണ ഏജൻസിയുടെ നിലപാട് മൂലം കൊക്കോ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംബന്ധിച്ച് കർഷകരുടെ ആലോചനാ യോഗം ഫാർമേഴ്സ് സെമിനാർ ഹാളിൽ ചേർന്നു. യോഗത്തിന്റെ ഉദ്ഘാടനം അഖിലേന്ത്യാ കിസാൻ സഭ വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് നിർവഹിച്ചു. കുത്തക സംഭരണ ഏജൻസിയുടെ നിലപാട് മൂലം കൊക്കോ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇവരുടെ നടപടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും സംഭരണ ഏജൻസികളുടെ ഇത്തരം കർഷക വിരുദ്ധ നടപടിക്കെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നതിനും വേണ്ടി തൊടുപുഴ ഫാർമേഴ്സ് സെമിനാർ ഹാളിൽ കൊക്കോ കർഷകരുടെ യോഗം ചേർന്നു. അഖിലേന്ത്യാ കിസാൻ സഭ വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ശക്തമായ പ്രതിരോധം സംഘടിപ്പിക്കാൻ ഉള്ള മാർഗങ്ങളെ പറ്റിയാണ് ആലോചിക്കുന്നത്. ശക്തമായ പ്രതിരോധം, ചെറുത്തുനിൽപ്പ് എങ്ങനെ സംഘടിപ്പിക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ഭാഗത്ത് ആലോചിക്കുക. വേറൊരു ഭാഗം വേണേൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. കൃഷിക്കാരെല്ലാം ചേർന്നൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെ ഒരെണ്ണം ഉണ്ടാക്കി കൊക്കോ സംഭരിച്ച് അതിൻ്റെ ഉൽപ്പന്നം ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുക കഴിയുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ആലോചിക്കാം. അപ്പൊ അങ്ങനെയുള്ള മാർഗം എങ്ങനെ നമുക്ക് നടപ്പാക്കാൻ പറ്റും, അതിന് ഏതെല്ലാം വഴിക്ക് നീങ്ങാൻ കഴിയും, ഇങ്ങനെയുള്ള വിവിധ മാർഗങ്ങൾ നോക്കുമല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നമ്മൾ പലരും റബ്ബർ വെട്ടിക്കളഞ്ഞിട്ടും തെങ്ങ് വെട്ടിക്കളഞ്ഞിട്ടുമാണ് കൊക്കോ വെച്ചത്. ഒരു ലാഭകരമായ വില കിട്ടും എന്ന പ്രതീക്ഷയിലാണ് കൊക്കോ വെച്ചതും വളർത്തിയതും. അത് വെറുതെ കൊക്കോ വളർന്നു വരുന്നില്ലല്ലോ. വില കൊടുത്ത് മേടിച്ച് കുഴിയെടുത്ത് നട്ട് പിന്നെ അത് ആയിക്കഴിഞ്ഞാൽ അണ്ണാനെയും കുരങ്ങിനെയും, ഇപ്പൊ അണ്ണാനും കുരങ്ങും ഒക്കെ സംരക്ഷിത പട്ടികയിൽപ്പെട്ട ജീവികളാണ്. കൊല്ലാനൊന്നും പറ്റത്തില്ല, കൊല്ലാൻ പറ്റത്തില്ല. കുരങ്ങന്റെ ഒക്കെ സ്റ്റാറ്റസ് പട്ടിക നമ്പർ 1 ഇപ്പൊ നിൽക്കുന്നത്. തിരിഞ്ഞു നോക്കിയാൽ ക്രിമിനൽ കുറ്റമാണ്, 3 വർഷം അകത്താണ്. എലിയെ കൊന്നാൽ 3 വർഷം ജയിലിൽ കിടക്കേണ്ട സ്ഥിതിയുള്ള ഒരു രാജ്യമായി നമ്മുടെ രാജ്യത്തെ നിയമം നിർമ്മിച്ചിട്ടുണ്ട്. അനിൽ രാഘവൻ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് TC രാജു തരണിയിൽ, സുബൈർ S മുഹമ്മദ്, CT ജോസ് എന്നിവർ ആശംസകൾ നേർന്നു. PA റഹീം സ്വാഗതവും KK ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാളിയാർ പോലീസ് സ്റ്റേഷന് സമീപം കോയാമ്പടി കവലയിലെ ഇടുങ്ങിയ കലുങ്കും റോഡിലെ വലിയ കുഴിയും നിരന്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്നും
കലുങ്കിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് നാളുകളായി പരാതി അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പ്രതികരിച്ചു. മഴ സമയത്ത് കുഴിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് മൂലം അപരിചിതരായ വാഹനയാത്രികർ അപകടത്തിൽപ്പെടാറുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു. കാളിയാർ പോലീസ് സ്റ്റേഷന് സമീപം കോയാമ്പടി കവലയിലെ ഇടുങ്ങിയ കലുങ്കും റോഡിലെ വലിയ കുഴിയും നിരന്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നു. റോഡിലെ കുഴി ഒഴിവാക്കുവാൻ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുന്നത് എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളുമായി തട്ടുവാൻ ഇടയാക്കുന്നു. കൂടാതെ വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് എതിർവശം കാണാൻ പറ്റാത്ത സാഹചര്യവുമാണ്. മഴ സമയത്ത് കുഴിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് മൂലം അപരിചിതരായ ഡ്രൈവർമാർ കുഴിയിൽ വീഴുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇവിടെ കുഴി രൂപപ്പെട്ടത്. കലുങ്കിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് നാളുകളായി പരാതി അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് നാട്ടുകാർ പ്രതികരിച്ചു. കാളിയാർ പോലീസ് സ്റ്റേഷൻ്റെ ചുറ്റിപ്പുറയുള്ള കോയാമ്പടി അവിടെയൊരു കലുങ്ങ് അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. 10-20 വർഷമായിട്ട് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ, തൊടുപുഴ ഭാഗത്തു നിന്ന് വാഹനങ്ങൾ, നിരന്തരം വാഹനങ്ങൾ, സ്കൂൾ കുട്ടികളുടെ വാഹനങ്ങൾ, സ്കൂൾ വാഹനങ്ങൾ എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 10-15 വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ അപകടാവസ്ഥ ഒഴിവാക്കി ഈ കലുങ്ക് മാറ്റി നിർമ്മിച്ച് സംവിധാനം ഈ അപകടാവസ്ഥ ഒഴിവാക്കി തരാനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്ന് നാട്ടുകാരെ കണ്ടുമായിട്ട് വർഷങ്ങളായിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ PWD വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഉണ്ടായ കുഴിയാണ് വാട്ടർ അതോറിറ്റി. അത് ചുമ്മാ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയത്. ഇപ്പം ഇത് കൂട്ട് വെള്ളം പൊഴുക്ക് നിർത്തി, പക്ഷേ ആ കുഴിയും അടച്ചിട്ടില്ല അവർ. മുള്ളരിങ്ങാട് കാട്ടാന വീട്ടുമുറ്റത്തെ കിണർ നശിപ്പിച്ചു. അമേത്തൊട്ടി പള്ളിക്കവല നരിതൂക്കിൽ കുഞ്ഞപ്പന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് കാട്ടാന നശിപ്പിച്ചത്. തൊട്ടടുത്തുള്ള പച്ചാളം ജോർജിന്റെ കൃഷിയിടത്തിലെ വാഴ ഉൾപ്പെടെയുള്ള കൃഷികളും നശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രിയിലാണ് കാട്ടാന വീട്ടുമുറ്റത്തെത്തിയത്. ഇതിന്റെ ശബ്ദം കേട്ടെങ്കിലും ഭയന്ന വീട്ടുകാരും പുറത്തിറങ്ങിയില്ല. കിണറിന്റെ സംരക്ഷണ ഭിത്തി തകർക്കുകയും വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ വലിച്ചെറിയുകയും ചെയ്തു. മുള്ളരിങ്ങാടുള്ള ഒറ്റയാനാണ് എത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴയിൽ ചോർന്നൊലിക്കുകയാണ് നെടുങ്കണ്ടത്തെ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം. പ്രധാന തൂണുകളോട് ചേർന്ന് വിള്ളലുകൾ രൂപപ്പെട്ടതും റൂഫിംഗ് ഷീറ്റുകൾ തകർന്നതും മൂലം ചെറിയ മഴ പെയ്താൽ പോലും സിവിൽ സ്റ്റേഷന്റെ ഉള്ളിലെ വരാന്തകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നത് പതിവാണ്. ടൈലുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നതോടൊപ്പം കെട്ടിടത്തിനുള്ളിൽ ഈർപ്പം നിറയുന്നത് ജീവനക്കാരെയും ഇവിടെ എത്തുന്ന പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്നു. 2013 പ്രവർത്തനം ആരംഭിച്ച നെടുങ്കണ്ടത്തെ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം 3 വർഷം മുൻപ് ചോരാൻ തുടങ്ങിയിരുന്നു. 3 നിലകളുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയോട് ചേർന്നുള്ള തൂണുകളിൽ വിള്ളലുകൾ ഉണ്ടായതാണ് ചോർച്ചയുണ്ടാകാൻ പ്രധാന കാരണം. താലൂക്ക് ഓഫീസ്, സപ്ലൈ ഓഫീസ്, RTO ഓഫീസ് അടക്കം 10-ലധികം സർക്കാർ സ്ഥാപനങ്ങളിലായി 250-ലധികം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കായി 100 കണക്കിന് ആളുകളാണ് ദിവസേന എത്തുന്നത്. കൂടാതെ താലൂക്ക് വികസന സമിതി യോഗങ്ങൾ, വിവിധ മീറ്റിംഗുകൾ എന്നിവ നടക്കുന്ന ഇവിടം പല സർക്കാർ പരിപാടികളുടെയും വേദിയായും ഉപയോഗിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ തൂണുകളിലെ വിള്ളലുകൾ വലുതാകുകയും മഴവെള്ളം കുത്തിയൊലിച്ച് ഇറങ്ങുന്ന സ്ഥിതിയിലാകുകയും ചെയ്തിട്ടുണ്ട്. വിള്ളലുകൾക്കുള്ളിൽ പായൽ വളരുന്നത് കോൺക്രീറ്റിന്റെ ബലത്തെയും കെട്ടിടത്തിന്റെ സുരക്ഷയെ തന്നെയും ബാധിക്കും. ഇതുകൂടാതെ കെട്ടിടത്തിന്റെ നടുമുറ്റത്തിന് മുകളിലിട്ടിരിക്കുന്ന റൂഫിംഗ് ഷീറ്റും പുറത്തേക്കുള്ള ജനലുകളും തകർന്നതോടെ മഴവെള്ളം നടുമുറ്റത്തേക്കും 3 നിലകളിലെയും വരാന്തകളിലേക്കും ഒഴുകിയിറങ്ങുകയും ചെയ്യുന്നുണ്ട്. മിനുസമുള്ള ടൈലുകൾ വിരിച്ച വരാന്തകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് അപകടങ്ങൾക്കും കാരണമാകും. ഇത് സംബന്ധിച്ച് ജീവനക്കാർ മുമ്പ് പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. മിനി സിവിൽ സ്റ്റേഷന്റെ ചോർച്ചയും അപകടാവസ്ഥയും ഉടൻ പരിഹരിക്കണമെന്നാണ് ജീവനക്കാരുടെയും ഇവിടെ എത്തുന്നവരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്ഥലം മാറിപ്പോകുന്ന വിദ്യാഭ്യാസ പ്രോജക്ടുകളുടെ നിർവഹണ ഉദ്യോഗസ്ഥനായിരുന്ന ഉടുമ്പന്നൂർ ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോർജ് കുട്ടി സെബാസ്റ്റിന് യാത്രയയപ്പും നൽകി. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന വിദ്യാമൃതം പദ്ധതിയുടെ ഭാഗമായാണ് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിഭാ സംഗമം നടത്തിയത്. ഇതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസക്കാരായ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച 100ഓളം കുട്ടികളെ ആദരിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. DPC എന്ന് പറഞ്ഞ് നമ്മുടെ പ്രോജക്റ്റുകളെല്ലാം അംഗീകരിക്കുന്ന ജില്ലയിലെ ഒരു ഉന്നത സമിതിയിൽ ഞങ്ങൾ 2 പേരും അംഗങ്ങളാണ്. ആ സമിതിയിൽ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്ന പ്രത്യേകമായ പല പദ്ധതികളും, പ്രത്യേകിച്ച് നൂതന പദ്ധതികൾ ചർച്ചയ്ക്ക് വരുമായിരുന്നു. ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ പഞ്ചായത്തിനെ ഏറ്റവും കൂടുതൽ അറിയുന്നത്. ആ ചർച്ചയുടെയും ആ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് നിരവധിയായിട്ടുള്ള അവാർഡുകൾ ഈ ഗ്രാമപഞ്ചായത്ത് നേടിയിട്ടുണ്ട്. അതിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കാൻ, ഈ ഭരണസമിതിക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കാൻ ഈ അവസരം ഞാൻ ആദ്യമേ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്.
അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ ഒരു യോഗത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പദ്ധതി നേരത്തെ തുടങ്ങി വെച്ച ഒരു പദ്ധതിയുടെ ആ ഒരു വിജയത്തിളക്കമാണ് നമ്മൾ വിദ്യാമൃതം എന്ന ഈ പ്രോജക്റ്റ് ഇന്ന് പ്രതിഭാ സംഗമവുമായിട്ട് നമ്മൾ കൂടുന്നത്. ഈ ഒരു ഹാളിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര രീതിയിൽ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മികവിൻ്റെ ഉറവിടങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ ഹാളിലേക്ക് ഇരുത്താൻ സാധിച്ചത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, അത്ര എളുപ്പത്തിലുള്ളൊരു കാര്യവുമല്ല. കൃത്യമായിട്ടുള്ള ചില ആശയങ്ങൾ, ആ ആശയങ്ങൾ പ്രവൃത്തി പഥത്തിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ആ കഴിഞ്ഞത് ഫലപ്രദമായിട്ട് ഒരു സമൂഹം ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ കൂടി തെളിവാണിത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് അധ്യക്ഷനായി. MG സർവകലാശാലയിൽ നിന്നും ഈ വർഷത്തെ BSc കെമിസ്ട്രി പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ സഫ്ന ഫാത്തിമ, B.Ed നാച്ചുറൽ സയൻസിൽ 1ാം റാങ്ക് നേടിയ ആതിര പോൾ, BA ഹിന്ദിയിൽ 9ാം റാങ്ക് നേടിയ അനന്യ കെ ചന്ദ്രൻ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ PhD നേടിയ അമീന കെ അഷ്റഫ് എന്നിവരെയും വിദ്യാമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് നടത്തിയ സൗജന്യ പരിശീലനത്തിൽ പങ്കെടുത്ത് LSS സ്കോളർഷിപ്പ് നേടിയവർ, സ്കൂൾ കായികമേളയിലും കരകൗശലമേളയിലും സബ് ജില്ലാ തലം മുതൽ A ഗ്രേഡ് കരസ്ഥമാക്കിയവർ, ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവർ എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ സ്ഥലമാറിപ്പോകുന്ന വിദ്യാഭ്യാസ പ്രോജക്ടുകളുടെ നിർവഹണ ഉദ്യോഗസ്ഥനായിരുന്ന ഉടുമ്പന്നൂർ ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോർജ് കുട്ടി സെബാസ്റ്റ്യന് യാത്രയയപ്പ് നൽകി. വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ മനഃശാസ്ത്ര വിദ്യാഭ്യാസ പഠന സഹായ പദ്ധതിയായ മികവിന്റെ പ്രവർത്തന റിപ്പോർട്ട് വൈസ് പ്രസിഡന്റ് ആതിര രാമചന്ദ്രൻ പ്രകാശനം ചെയ്തു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TM സുബേർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അൽഫോൺസ കെ മാത്യു, ശ്രീമോൾ ഷിജു, ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ജോർജ് കുട്ടി സെബാസ്റ്റ്യൻ, റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ CC രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഷ സലീം സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. കോതമംഗലം താലൂക്കിലെ ചെറുവട്ടൂരിൽ മയക്കുമരുന്നിനെതിരെ ജനകീയ സഭ രൂപീകരിച്ചു. ജനകീയ സഭ രൂപീകരണ യോഗം നിയോജകമണ്ഡലം ജനകീയ സഭ ചെയർമാൻ ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ കമ്മിറ്റി അംഗം KM പരീദ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ചെറുവട്ടൂരിൽ മയക്കുമരുന്നിനെതിരെ ലോക്കൽ തല ജനകീയ സഭ രൂപീകരിച്ചു. മയക്കുമരുന്നിനെതിരായിട്ടുള്ള പൊതുസമൂഹത്തിന്റെ ആകെ യോജിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനകീയ സഭയ്ക്ക് രൂപം കൊടുത്തത്. ജനകീയ സഭാ രൂപീകരണ യോഗം നിയോജകമണ്ഡലം ജനകീയ സഭാ ചെയർമാൻ ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റു വ്യത്യസ്ത മേഖലകളിലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനം ഉൾപ്പെടെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. സഭ ഒന്നടങ്കം ആ വിഷയം ചർച്ച ചെയ്യുകയും അതിൽ ഗൗരവകരമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകണമെന്നുള്ള ആഹ്വാനമൊക്കെ കൊടുക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ എല്ലാ തുടർച്ചയിലാണ് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ CPIM ഏരിയ കമ്മിറ്റി അംഗം KM പരീദ് അധ്യക്ഷത വഹിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി സഹീർ കോട്ടപ്പറമ്പിൽ, കുറ്റിലഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK റഷീദ്, ചെറുവട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് റംല ഇബ്രാഹിം, CDS ചെയർപേഴ്സൺ ഐഷ അലി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KK ജയകുമാർ, KM ബഷീർ, മഹിളാ അസോസിയേഷൻ നേതാവ് സന്ധ്യ സുരേന്ദ്രൻ എന്നിവർ ജനകീയ സഭയിൽ സംസാരിച്ചു. മയക്കുമരുന്നിനെതിരായി ജൂൺ 10 കോതമംഗലത്ത് മനുഷ്യക്കോട്ട സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കേരള NGO യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. കരിയർ കൗൺസിലർ അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട് ക്ലാസ് നയിച്ചു. നിരവധി പേർ പങ്കെടുത്തു. നിരവധി പുതിയ കോഴ്സുകളാണ് കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും പുതിയതായി വരുന്നത്.
വിവര സാങ്കേതിക രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലും എല്ലാം പുതിയ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇത്തരം കോഴ്സുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ദിശാബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള NGO യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് ഹാളിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തിയത്. ക്ലാസ് NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. കരിയർ കൗൺസിലർ അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട് ക്ലാസ് നയിച്ചു. ബിടെക് ഇൻ AI ഓർ കമ്പ്യൂട്ടർ സയൻസ്, താഴെ MA ഇൻ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ അല്ല. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനമാണ്. ഭാഷ എങ്ങനെയാണ് രൂപപ്പെട്ടത്, എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചുള്ളതാണ് ലിംഗ്വിസ്റ്റിക്സ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്താണെന്നൊക്കെയാണ് ലിംഗ്വിസ്റ്റിക്സ്, അല്ലാതെ MA ഇംഗ്ലീഷ് അല്ല. അപ്പോൾ അതെന്തിനാ? അപ്പോൾ കാലത്ത് നമ്മൾ പറയല്ലേ, ഇനി അധ്യാപകർക്ക് സാധ്യതയില്ല, ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നവർക്ക് സാധ്യതയില്ല, മലയാള ഭാഷ പഠിക്കുന്നവർക്ക് സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ഗൂഗിൾ അതിൻ്റെ ജോലിക്ക് വേണ്ടി ആളുകളുടെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ക്വാളിഫിക്കേഷൻ, നമുക്ക് ആവശ്യമുള്ള ഒരാളുകൾ എന്ത് വേണം? ലിംഗ്വിസ്റ്റിക്സ് പഠിച്ചവരായിരിക്കും. എന്തിനാണ്? ഇപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുന്നത്, നമ്മൾ അലക്സി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയുമ്പോൾ അവന് ഏറ്റു പറയാണ് അലക്സി, ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന ആളുടെ പേര് പറയാമോ? അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് പറയാമോ? ചോദ്യം. അത് സഖാവ് ഹാജിറ ഇവിടെ ഇരുന്ന് പറയുക. ഈ സാധനം കോട്ടയത്തിരുന്ന് യൂണിയൻ്റെ ഒരു നേതാവ് പറയുന്നതും ഇംഗ്ലണ്ടിലിരുന്ന് പറയുന്നതും റഷ്യയിലിരുന്ന് പറയുന്നതും വളരെ വ്യത്യസ്തങ്ങളായ ഭാഷയിലാണ്. ഒരു ഭാഷയുടെ വ്യത്യസ്തങ്ങളായ സെമാൻറ്റിക് ചേഞ്ചിലാണത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചേഞ്ച് എങ്ങനെ ഉണ്ടാകും, അതിനെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ലിംഗ്വിസ്റ്റിക്സിൻ്റെ ആവശ്യമുണ്ട്. സോ ഇനി നമ്മൾ പഠിക്കുന്നത് MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അല്ല, നമ്മൾ പഠിക്കുന്നത് MA ലിംഗ്വിസ്റ്റിക്സാണ്. യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S സുനിൽകുമാർ, ജില്ലാ പ്രസിഡന്റ് KK പ്രസുഭകുമാർ, സെക്രട്ടറി CS മഹേഷ്, ജോയിന്റ് സെക്രട്ടറി TG രാജീവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള പബ്ലിക് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ലൈബ്രറി പരിസരത്ത് വൃക്ഷത്തൈ നട്ടുകൊണ്ട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് പോൾസൺ മാത്യു അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കേരള പബ്ലിക് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ ലൈബ്രറി പരിസരത്ത് വൃക്ഷത്തൈ നട്ടുകൊണ്ട് നിർവഹിച്ചു. ലൈബ്രറി കൊണ്ട് നമ്മുടെ കേരള നാട്ടിലെങ്കിലും വലിയ പ്രശ്നം, 10,000-കണക്കിന് ഉയർന്ന സത്യയോടെ ജോലി നേടാൻ കഴിയുന്ന സാമൂഹിക ജീവിതത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് ഒട്ടനവധി സംഭാവനകൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളവർ ലൈബ്രറി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളവരാണെന്നും പിൽക്കാല ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതാണ് വായനശാല, ഗ്രന്ഥശാല. അതുകൊണ്ടാണ് അതിനെ ഗ്രാമീണ സർവകലാശാല എന്ന് വിശേഷിപ്പിക്കുന്നത് പോലും. അപ്പോൾ ലൈബ്രറിയിലേക്ക് പുസ്തകമെടുക്കാൻ, വായിക്കാൻ അതിനുവേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. വണ്ടമറ്റത്തും കുറവാണ്, എൻ്റെ കൊച്ചു ലൈബ്രറിയിലും കുറവാണ്, എല്ലാ ലൈബ്രറിയിലും കുറവാണ്. എന്നാൽ ആ വായനശാല ആ നാട്ടിൻപുറത്തെ വർത്തമാനകാല സാഹചര്യങ്ങളെ ബോധ്യപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവജനങ്ങളടക്കം വിദ്യാർത്ഥികളുമെല്ലാം വഴിതെറ്റി പോകുന്ന പുതിയ നീക്കങ്ങൾക്ക് തടയിടുന്നതിന്, ചെറുത്തു തോൽപ്പിക്കുന്നതിന് ഒരു വലിയ പരിശ്രമമാണ് നടത്തുന്നത് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നു. ലൈബ്രറി പ്രസിഡന്റ് പോൾസൺ മാത്യു അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടമറ്റം യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് കുറുമാത്ത്, വനിതാവേദി പ്രസിഡന്റ് ഗീത ജയൻ, ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി റോയി TA, താലൂക്കിലെ അംഗം ഷാജി ഗണപതി എന്നിവർ ആശംസകൾ നേർന്നു. ലൈബ്രറി സെക്രട്ടറി PG സനൽകുമാർ സ്വാഗതവും കമ്മിറ്റി അംഗം രജനി സുരേഷ് നന്ദിയും പറഞ്ഞു. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റിനെ ലൈബ്രറി പ്രസിഡന്റ് പോൾസൺ മാത്യു പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടമറ്റം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPI തൊടുപുഴ മണ്ഡലം സമ്മേളനം ജൂൺ 8 മുതൽ 10 വരെ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് NCCയുടെ നേതൃത്വത്തിൽ വിവിധ കർമ്മപരിപാടികളോടെ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. തൊടുപുഴ നഗരത്തിലെ വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് നഗരസഭാ ചെയർമാൻ K. ദീപകിന്റെ അധ്യക്ഷതയിൽ
ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. സംഭരണ ഏജൻസിയുടെ നിലപാട് മൂലം കൊക്കോ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കർഷകരുടെ ആലോചനാ യോഗം സംഘടിപ്പിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടനം അഖിലേന്ത്യാ കിസാൻ സഭ വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് നിർവഹിച്ചു. കാളിയാർ പോലീസ് സ്റ്റേഷന് സമീപം കോയാമ്പടി കവലയിലെ ഇടുങ്ങിയ കലുങ്കും റോഡിലെ വലിയ കുഴിയും നിരന്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് നാട്ടുകാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.